ഹായ് ഗായ്സ്, അടിപൊളിയായിട്ടുള്ളൊരു ആയുർവേദ സ്കിൻ വൈറ്റനിങ് ലോഷൻ്റെ റെമഡിയാണ് നമ്മളിന്ന് നോക്കിക്കാണാൻ പോകുന്നത് കേട്ടോ. ലൈറ്റനിങ്ങോ ബ്രൈറ്റനിങ്ങോ ഒന്നും അല്ല, വൈറ്റനിങ് ആണ് കേട്ടോ. നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ടോണ് നന്നായിട്ട് മാറുന്നത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അടിപൊളി ആയുർവേദ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ട് ഈ ഒരു ലോഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു വീഡിയോ നോക്കി കാണാം എങ്ങനെ തയ്യാറാക്കി എടുത്തത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് മഞ്ചിഷ്ടയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു മഞ്ചിഷ്ട ചേരാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് ഇത് ഉപയോഗിക്കരുത് കേട്ടോ. അവർക്ക് എന്തായാലും പിമ്പിൾസ് വരും, അതുപോലെ തന്നെ സ്കിൻ ഡള്ളാവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ചേർന്നിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇത് ഉപയോഗിക്കേണ്ട. ബാക്കിയുള്ള കാര്യം മാത്രം നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഈ ഒരു മഞ്ചിഷ്ടം നമ്മൾ ഏകദേശം 1.5 പിടിയോളം എടുത്തിട്ടുണ്ട്. നമുക്കിത് പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ പൗഡറായിട്ടും കിട്ടും. പൗഡറിനേക്കാളും നല്ലത് ഇങ്ങനെ മേടിച്ച് ഉപയോഗിച്ചോളൂ കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. നമ്മുടെ പച്ച പശുവിൻ പാലോ പാക്കറ്റ് പാലോ അത് ഇതിനകത്തേക്ക് നമ്മളൊരു 1/4 കപ്പോളം, ഒരു കുഞ്ഞു കപ്പിൽ 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. അതേ ഒരു കുഞ്ഞു കപ്പിൽ ഫുൾ കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. വെള്ളമൊക്കെ നിങ്ങൾക്ക് ആ ഒരു നോക്കിയിട്ട് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-2 അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വരെ നിങ്ങൾക്ക് വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ലിക്വറൈസിൻ്റെ പൗഡറാണ്. ലിക്വറൈസ് നിങ്ങൾക്ക് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പൗഡറായിട്ട് ഉപയോഗിക്കുക. കാരണം നമുക്കിത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഇതിനകത്ത് റോ ആയിട്ടിരിക്കാൻ പാടില്ല. മീൻസ് അതായത് നമ്മൾ പൊടിക്കാതെ ഉള്ള ഒരു ഇതായിരിക്കണം. ബാക്കി നമുക്കൊരു പൗഡറായിട്ടാണ് വേണ്ടത് കേട്ടോ. ആ രീതിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ലോഷൻ കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. ഇതുകൊണ്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് പൗഡർ ഫോമിലായിരിക്കണം കേട്ടോ. ബാക്കി ഒരെണ്ണം നമുക്ക് ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ ആയിട്ട് തന്നെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മഞ്ചിഷ്ട ചേരാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവർ മഞ്ചിഷ്ട സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് ലിക്വറൈസിൻ്റെ പൗഡർ തന്നെ വേണം എടുക്കാനായിട്ട്. ലിക്വറൈസിൻ്റെ ആ ഒരു മെറ്റീരിയൽ എടുക്കരുത് കേട്ടോ. പൗഡർ ഫോമിൽ എടുത്തെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തോടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ആദ്യം ഒന്ന് നമ്മുടെ പാൻ ഒന്ന് നല്ലൊരു ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇടാം. ഹീറ്റ് ആയതിനു ശേഷം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് കുറുക്കി കൊണ്ടുവരിക ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെള്ളം കുറയാണെന്ന് തോന്നുമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വെള്ളമോ പാലോ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കൂട്ട് നല്ല രീതിക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നനവില്ലാത്ത ഒരു ക്ലീൻ ഡ്രൈ ബൗളിനകത്തേക്ക് അങ്ങ് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഒട്ടും തന്നെ നനവ് പാടില്ല. നനവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൂട്ട് പെട്ടെന്ന് ചീത്തയായി പോകും. കാരണം ഇതിനകത്ത് നമ്മൾ പാലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പാൽ ഉപയോഗിച്ചിട്ട് കാര്യം നമുക്ക് ഒത്തിരി നാളത്തേക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 7 കേട്ടോ, ഏറിപ്പോയ 7 ദിവസം അത്രമാത്രം. അതും ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നല്ല ഒരു ലോഷൻ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ കടുക്ക ജെല്ലാണ് ആഡ് ചെയ്യുന്നത്. കാരണം ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ലോഷൻ നമ്മൾ രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നത്. പകൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമുക്ക് സൺ ടാൻ ഉണ്ടാവും. ആയതിൻ്റെ പേരിൽ നമുക്കിത് രാത്രി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. രാത്രി നമുക്കിത് ക്രീമായിട്ടും അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്കായിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കടുക്ക ജെൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക്ക ജെല്ലിന് പകരം നമുക്കിവിടെ ആലുവേറ ജെൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ ഇതിന് മേടിച്ചിട്ടുള്ള ആവാരമ്പോട് ആലുവേറ ജെല്ലായാലും നോ പ്രോബ്ലം. നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കൊരു ചെറിയൊരു ലോഷൻ, ഇപ്പോൾ ലോഷൻ തന്നെയാണ് എങ്കിലും നമുക്ക് ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെല്ല് ചേർക്കാൻ പറയുന്നത് കേട്ടോ. പിന്നീട് ചേർക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. അത് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഈ ഒരു വെജിറ്റബിൾ നന്നായിട്ട് നമുക്ക് മോഷൻ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് നമ്മൾ ചേർക്കുന്ന ഓയിലാണ്. ഓയിൽ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ കേട്ടോ. മുഖക്കുരു വരില്ല എന്ന് ഉറപ്പുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ സ്കിന്നിനെ പറ്റി നിങ്ങൾക്ക് മാത്രമല്ല അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ 1/2 ടീസ്പൂൺ ആ ഒരു ഓയിൽ ചേർക്കുന്നുണ്ട്. എൻ്റെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള ഓയിലാണ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ലൊരു ക്രീമി ലോഷൻ കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു കൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഫേസിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും കയ്യിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് പാക്ക് പോലെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ് കേട്ടോ. കഴുകുന്ന സമയത്ത് പ്ലെയിൻ വാട്ടർ ആയിരിക്കണം. അതല്ലാതെ സോപ്പോ ഫേസ് വാഷൊന്നും ഉപയോഗിക്കരുത്. നമുക്ക് ലീവ് ചെയ്യാനാണ്. അതായത് നമ്മൾ രാത്രി കിടക്കാൻ നേരം അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മളിത് കഴുകുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും എടുത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു 3-4 തുള്ളി മാത്രം എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ രീതിക്ക് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം പോയി കിടന്നുറങ്ങും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ സോപ്പോ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്ത് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു ബ്രൈറ്റ്നെസ് ലുക്കായിരിക്കും.
ആയിരിക്കും കിട്ടുക. അത് പോകെ പോകെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് വൈറ്റൻ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. മാത്രമല്ല ആ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിതിനകത്ത് പാല് ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്തുകൊണ്ടിട്ട് നല്ല രീതിക്ക് സ്കിൻ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ്സും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.